Bhutan is open for business. So if you are interested in doing business in Bhutan, if you are interested in doing business with us, if you are interested in doing business with values, if you are interested in the business of gross national happiness, then I am interested in meeting you here in Gujarat, or better still, soon in Bhutan. Thank you for your kind attention. Tashidile. ഭൂട്ടാനിലെ ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലെത്തിയതോടെ ഭൂട്ടാനിൽ ഷെറിംഗ് ടോബ്ഗെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് പരമ്പരാഗത രാജവാഴ്ച അവസാനിപ്പിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഭൂട്ടാൻ കടന്നതിനു ശേഷം നടന്ന 4ാമത്തെ പൊതുതെരഞ്ഞെടുപ്പാണിത്. ഭൂട്ടാനിൽ 2013 മുതൽ 2018 വരെ പ്രധാനമന്ത്രിയായിരുന്നയാളാണ് 58-കാരനായ ടോബ്ഗെ. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലോട്ടെ ഷെറിംഗിന്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഭരണത്തിൽ തിരിച്ചെത്താനൊരുങ്ങുന്നത്. 2018 മുതൽ 2023 നവംബർ 1 വരെയായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലോട്ടെ ഷെറിംഗിന്റെ ഭരണകാലയളവ്. അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന റൌണ്ടിൽ 47 സീറ്റുകളിൽ 30 എണ്ണവും ഷെറിംഗ് ടോബ്ഗെയുടെ പാർട്ടിയായ PDP നേടിയിരുന്നു. രാഷ്ട്രീയ രംഗത്തെ പുതുമുഖ പാർട്ടിയായ ഭൂട്ടാൻ സെൻട്രൽ പാർട്ടി 17 സീറ്റുകൾ നേടി അടുത്ത 5 വർഷത്തേക്ക് പ്രതിപക്ഷത്തിന്റെ പങ്കുവഹിക്കും. മുൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ ദ്രുക് ന്യാൻഡ്രൂപ് ഷോക്പ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക റൌണ്ടിൽ തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായി. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ഡ്രക് ഫ്യൂൻസം ഷോക്പയും പ്രാഥമിക റൌണ്ടിൽ തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായിരുന്നു. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ ഭൂട്ടാനിൽ രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് വച്ച പ്രചരണ വാഗ്ദാനങ്ങളും സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യം കടന്നുപോകുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ നേരിടാൻ കഴിവുള്ള നേതാക്കൾ അധികാരത്തിലെത്തിയാൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പോളിംഗ് ബൂത്തിലെത്തിയ പേമ എന്ന വോട്ടർ പ്രതികരിച്ചു. ngachara gekhap di te niji tam niji ten te ma nyam jole tin gibe ta tare de jung koni gara in ru ni di chemngale te ngachi gekhap di yage chi jo se no ro ke di be te tarina chogin subo woni se shunila te toto ngachi na beruta. ഭൂട്ടാനിൽ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്കെത്തിയ ഷെറിംഗ് ടോബ്ഗെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചിരുന്നു. ഭൂട്ടാനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് എന്റെ സുഹൃത്ത് ഷെറിംഗ് ടോബ്ഗെയ്ക്കും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, മോദി എക്സിൽ കുറിച്ചു. നമ്മുടെ അതുല്യമായ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ടോബ്ഗെയെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിലെ തന്റെ പോസ്റ്റിൽ മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ശക്തമായ ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഷെറിംഗ് ടോബ്ഗെ. ഇദ്ദേഹം മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന 2013-18 കാലയളവിൽ പലതവണ ഇന്ത്യയിൽ സന്ദർശനവും നടത്തിയിട്ടുണ്ട്. ചൈനയ്ക്കും ഇന്ത്യക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ മേഖലയായ ഭൂട്ടാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി രാജ്യം കൂടിയാണ്. മാത്രമല്ല, ഭൂട്ടാനിലുള്ള ഡോക്ലാം പീഠഭൂമി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന പോയിന്റുമാണ്. എന്നാൽ ചൈന ഏറെക്കാലമായി ഭൂട്ടാനിൽ തങ്ങളുടെ പ്രാബല്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2017 സിക്കിമിനോട് ചേർന്നുള്ള ഡോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളിൽ ചൈനയുടെ കടന്നുകയറ്റമുണ്ടായതായി സൂചിപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരികയും ചെയ്തിരുന്നു. കൂടാതെ ഗൻപജോങ്ങിലെ നദീതീരത്ത് ചൈനയുടെ ടൗൺഷിപ്പ് നിർമ്മാണവും നടക്കുന്നുണ്ട്. 2020 മുതൽ ഇവിടെ നടക്കുന്ന ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിലായതായും അടുത്തിടെ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് ഇന്ത്യൻ അനുഭാവി കൂടിയായ ഷെറിംഗ് ടോബ്ഗെ പ്രധാനമന്ത്രിയായി എത്തുന്നത്.